എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്താളുകൾ എഴുതുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് മെറിലാൻഡ്. ആ മെറിലാൻഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സിനിമാ തിയേറ്ററാണ് ന്യൂ തിയേറ്റേഴ്സ്. നൂറുകണക്കിന് പടം നിർമ്മിക്കുകയും നമ്മുടെ പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ, സത്യനും നസീറും അടക്കമുള്ള ആളുകളോടൊപ്പം തന്നെ സിനിമ നിർമ്മിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു ഗ്യാപ്പ് എടുത്തത് സീരിയൽ രംഗത്തേക്ക് ചൂടുമാറുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം പുതിയ തലമുറ, പഴയ തലമുറയിൽ നിന്നും മാറി പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും സിനിമാ രംഗത്ത് സജീവമായിരിക്കുകയാണ്. ആ ന്യൂ തിയേറ്ററിൻ്റെ മുന്നിലാണ് ഇപ്പോൾ യുവാക്കളുടെ ഹരമായി മാറിയിരിക്കുന്ന വിജയിയുടെ സിനിമ ഈ 300 ദിവസത്തിന് ശേഷം, ലോക്ക്ഡൗണിന് ശേഷം, കൊറോണയുടെ ഈ കാലയളവിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പടത്തിനെ പറ്റി റിപ്പോർട്ട് വല്ലതും കിട്ടിയോ? കൊള്ളാന്നാ പറയുന്നത്, നല്ല ത്രില്ലറാണ്. ഒരു വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കാണാൻ വരികയല്ലേ ഈ തുറന്നതിന് ശേഷം? കിട്ടിയില്ല. ടിക്കറ്റ് റിസർവേഷൻ അല്ലായിരുന്നു ഇവിടെ? കിട്ടിയില്ല, ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ കിട്ടിയില്ല. ഇല്ല, ഇത് ഫാൻസി ഷോ ആണോ? അതെ, ഫാൻസ് ഷോ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഷോ ആണോ? അതെ അതെ അതെ. എങ്ങനെയുണ്ട്? പടത്തിന്റെ റിപ്പോർട്ട് വല്ലതും കിട്ടിയോ? ഇല്ല കാണാൻ പോകുന്നേ ഉള്ളൂ. അടുത്ത ഫാൻസ് ഷോ ആണോ? അതെ. ശരി, ഫാൻസ് ആണോ നിങ്ങളൊക്കെ? പടത്തിനെ പറ്റി റിപ്പോർട്ട് വല്ലതും കിട്ടിയോ? കണ്ടോ? പടം കണ്ടോ? പടം നല്ല പടമാണെന്നാണ് തോന്നുന്നത്. പ്രൊമോയൊക്കെ വെച്ചിട്ട് പടം നല്ല പടമാണെന്നാണ് അഭിപ്രായം. അറിഞ്ഞത് എവിടെന്നാ വരുന്നേ? ആറ്റിങ്ങൽ വിജയുടെ പടം കാണാൻ വേണ്ടി വെളുപ്പിനെ വന്നതാണ്. പിന്നെ ഇവരെല്ലാം കാണാം. കൂട്ടുകാരെല്ലാവരും. നിങ്ങളൊക്കെ എന്തിനാ പഠിക്കുന്നേ? പഠിത്തം കഴിഞ്ഞതാണ്, ഇത് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കോളേജിൽ. എല്ലാവരും കൂടെ പഴയ കൂട്ടുകാരെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. ഒരു വർഷത്തിന് ശേഷം വിജയുടെ പടം കാണാൻ വന്ന ഒരു ഉത്സവത്തിൻ്റെ പ്രതീതി തന്നെയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ തിരുവനന്തപുരത്ത്. ഇതുപോലുള്ള ആളുകളെല്ലാവരും കൂടി ഒത്തുകൂടി വിജയുടെ പടത്തിനെ ഒരു ഉത്സവമാക്കി മാറ്റുകയാണ്. വിജയ് ഫാൻസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് ശ്രീയാണോ ശ്രീമതിയാണോ? കുമാരി സൗമ്യ. നമ്മുടെ ലേഡീസ് മാൻസ് ഷോ ഞങ്ങൾ 2 സ്ക്രീനിലായിട്ട് നടത്തുന്നുണ്ട്. തിരുവനന്തപുരം മാവട്ടം മകൾരണി തലമയുടെ നേതൃത്വത്തിൽ. അപ്പം ഇതിലുള്ള ഒഫീഷ്യൽസാണ് ഇപ്പോൾ ഉള്ളത്. ഷോ ഇപ്പം 12-1 മണിയാകുമ്പോഴത്തേക്കാണ് കഴിയുക. അപ്പോഴൊരു സക്സസ് സെലിബ്രേഷനും ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ 9-ാം തീയതിയാണ് മാസ്റ്റർ ആക്ച്വലി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ഒരു വർഷത്തിൻ്റെ ഒരു 10 മാസം കൊണ്ട് നമ്മൾ മാസ്റ്റർ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും ഉണ്ട്. പക്ഷെ നമുക്ക് അടുത്ത ഷോയെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ ഓൾറെഡി ഫസ്റ്റ് ഷോയ്ക്ക് കഴിഞ്ഞു. പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ്, ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേരളത്തിലിവിടെ നമ്മുടെ കോവിഡ് പ്രോട്ടോക്കോളും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് പ്രകാരം 9 മണിക്ക് മാത്രമാണ് ഓപ്പൺ ഷോ ഉള്ളത്. അതുകൊണ്ട് ഈ ഒരു ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ടിക്കറ്റ് കിട്ടിയോ? ഞങ്ങളുടെ ടിക്കറ്റ് അടുത്ത ഷോയിലേക്കാണ്. ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടോ? ഫാൻസി ഷോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാം ഫാൻസി ഷോ ആണ്. ശരി. അപ്പോൾ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് എല്ലാവരും മാസ്ക് ഇട്ട് ഗ്യാപ്പിട്ട് സൗകര്യമായിട്ടിരുന്ന സിനിമ കാണാൻ വിജയുടെ പടത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.